ശബരിമലയിൽ അനധികൃതമായി പാത്രം വാങ്ങിയതിൽ 1.87 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഫയൽ ദേവസ്വം ആസ്ഥാനത്തു നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതോടെയാണ് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥ സംഘത്തെ അന്വേഷണത്തിനായി പമ്പയിലും സന്നിധാനത്തും നിയോഗിച്ചത്. എന്നാൽ 2 മാസമാകുമ്പോഴും സംഘത്തിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. 2013-14 വർഷമാണ് മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് 1,87,00,000 രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതെന്ന് കണ്ടെത്തിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ സംഭവം. എന്നാൽ സംഭവത്തിൽ ഒരു നടപടിയും എടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ അന്വേഷണം തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഫയൽ കാണാതായത്. പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമായാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റിലും കണ്ടെത്തിയിരുന്നു. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ജയകുമാറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്തെങ്കിലും നടപ്പിലായില്ല. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികൾക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. നിലവിൽ വിജിലൻസ് അന്വേഷണങ്ങൾ നേരിടുന്ന ജയകുമാർ തന്നെയാണ് ഇപ്പോഴും ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പി വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.